ഹലോ, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ വീട്ടിലെ കോഴികളാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് കോഴികളും ഫ്ലൈറ്റൊക്കും ഉണ്ട്. ഇതൊരു ചെറിയ കൂട്ടിലാണ്. ഞാൻ ഇൻക്യുബേറ്ററിൽ ഒരു 30-35 മുട്ട വെച്ചിരുന്നു. 2 കോഴികൾക്കും വെച്ചിരുന്നു. ഒരു 30 കുഞ്ഞുങ്ങളെ ഞാൻ കൊടുത്തു കേട്ടോ. ഒന്നിന് 60 രൂപ വെച്ചിട്ട് കൊടുത്തു. ഇനിയുള്ള കുഞ്ഞുങ്ങളാണത്. ഇനിയൊരു 2 കോഴികളും കൂടി ഉണ്ട് അവിടെ വെച്ചിട്ട്. അതും കൂടെ വിരിഞ്ഞിറങ്ങാനുണ്ട്. 2 നെക്ക് കുട്ടികളുണ്ട്. അത് എൻ്റെ കയ്യിൽ അതില്ലേന്ന്. ഞാൻ മുട്ട വാങ്ങിച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് പുള്ളിക്കോഴികളുണ്ട്. 2-3 പെട്ടക്കോഴിയും ഒരു പൂവൻ കോഴി. ഒരു പൂവാനല്ല, 2 പൂവാനുണ്ട് പുള്ളിക്കോഴി. പക്ഷെ കുഞ്ഞുങ്ങളൊന്നും അത്ര പോരാ. ഇതാണ് പിന്നെ ഫ്ലൈറ്റക്ക്. ഇത് ഒരു 2 അമ്മമാരും ഒരച്ഛനും ഒരു 7 കുഞ്ഞുങ്ങളും ഉണ്ട്. ഇത് കുറേ ഞാൻ വിറ്റതാണ് കേട്ടോ. ഓരോരോ ഇത് 3 ഫ്ലൈറ്റക്കൊക്കെ മുട്ടയിട്ടാൽ ഒരുപാട് മുട്ട ഉണ്ടാവും. 10-17 മുട്ടയുടെ ഒരു ഫ്ലൈറ്റൊക്കെ താറാവ്. ഒരെന്നെ അടയിരിക്കും, കുഞ്ഞുങ്ങൾ വിരിയിക്കുകയും ചെയ്യും. ഇതാണ് മെയിനായിട്ടുള്ള അമ്മ. മറ്റേത് ഇതിൻ്റെ മോളാണ്. ഇപ്പം ഇതിനെ അട വെച്ച് വിരിയിച്ചതാണ് ഈ 7 മക്കൾ. ആദ്യം ഞാൻ 3 ഫ്ലൈറ്റൊക്കെ ഒപ്പം മുട്ടട്ടിന് അന്നൊരു 17 മുട്ട ഒരു റബ്ബറിൻ്റെ കൊട്ടയിൽ വെച്ച് അത് മുഴുവൻ വിരിഞ്ഞ്. അത് പാലക്കാട്ടേക്ക് ഒരു ആൾ വന്നിട്ട് സെയിലിനിട്ടിട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിങ്ങനെ 6 എണ്ണം ഉണ്ട്. ഇത് ഒരു 3-4 മാസം ആവണം ഇത് ആണും പെണ്ണും തിരിച്ചറിയണമെങ്കിൽ. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ മുട്ടയിടാൻ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് നല്ല കൊഴുപ്പില്ലാത്ത ഇറച്ചി മുട്ടയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിത് വളർത്തിയത്. ഇതൊരു സൈസ് പുള്ളിക്കോഴി തന്നെ, പൂവാൻ. ഇതിൻ്റെ അതേ സൈസിലൊരു പടിയുണ്ട് കേട്ടോ. അത് ഉള്ളിലാണ്. ഇത് ഫയോമി എന്ന് പറഞ്ഞതാണ്. 2 നെക്കും ഒരു കാപ്പിരിക്കോഴിയാണ്. പുള്ളിയില്ല, അത് വെറും കറുപ്പാണ് കാപ്പിരി. ഉണ്ടാ ഒരു പുള്ളി ഉണ്ട്, അത് അപ്പുറത്തുണ്ട്. അപ്പോൾ ഈ ഫയോമി നല്ല ആരോഗ്യം ഉള്ള ഒരു കൂട്ടത്തിലുള്ള കോഴിയാണെന്നാണ് പറഞ്ഞത്. ഫയോമി വേറെയുണ്ട്, ഗോൾഡൻ ഫയോമി ആയിട്ട് 2-3 എണ്ണം വേറെ അപ്പുറത്തുണ്ട്, വേറെ കൂട്ടിലുണ്ട്. അത് ശരിക്കും കാണിക്കാൻ പറ്റണില്ല. അവർ പുറത്തേക്ക് വിട്ടവർ പിടിക്കാൻ ഭയങ്കര പാടാണ്. മറ്റവരെ പുറത്തേക്ക് വിട്ടാലും നേരെ കൂട്ടിൽ വന്ന് കയറും. ഇവർ അതിനായിട്ടില്ലേ, പുറത്തേക്കൊക്കെ പാറിപ്പോവും. നായ്ക്കളാണ് നല്ല ശല്യമാണ്. അപ്പോൾ ഈ ഫ്രൂട്ട് കടയിൽ നിന്ന് കുറച്ച് കേട് തന്നെ ഫ്രൂട്ടുകളൊക്കെ വല്ലപ്പോഴൊക്കെ കൊടുന്നിട്ട് കൊടുക്കും. ഇപ്പം നല്ല ചൂടല്ലേ. പിന്നെ ഇവർക്ക് തീറ്റ എന്താണ്, കുറച്ച് ഇലയൊക്കെ വെട്ടിക്കെട്ടി കൊടുക്കും. തവിട്, ഗോതമ്പത്തവിട്. ഇത് ഇവനെ പുറത്തേക്ക് വിട്ടാൽ മറ്റവനായിട്ട് കൊത്തിയിട്ട് ഇവനെ വിടാൻ നിർത്തിയത്. കൂട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ ഇട്ടത്. ഗോതമ്പത്തവിടും പിന്നെ സാട്ടും കുറച്ച് വേസ്റ്റ് വരുന്ന ചോറും ഒക്കെ കുഴച്ച് വെച്ച് കൊടുക്കും. കുറച്ച് നെല്ല് കൊടുക്കും. ഇതാണ് ഗോൾഡൻ ഫയോമി എന്ന കുട്ടികൾ ഇതിലുണ്ട്. ഒരു കാപ്പിരീൻ്റെ ഒരു പുള്ളിയുണ്ട് ഇതിൽ, ഒരു പൂവന്. ഉണ്ടല്ല, നല്ല രസമാണ് കാണാൻ. അപ്പോൾ എല്ലാ വിധവും ഉണ്ട്. ഇത് കുറച്ചും കൂടി വലുതാകുമ്പോൾ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടെങ്കിലേ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. കാപ്പിരി തന്നെ. ഫയോമീൻ്റെ കുട്ടികൾ ആയാലും ഫയോമീൻ്റെ മുട്ട തന്നെ വേണം. അതിന് അവരെ സ്വന്തമായിട്ട് കൂട്ടിലിടണം. അങ്ങനെയൊക്കെയാണ്. എന്തായാലും എല്ലാം കൂടെ കുറച്ച് ഞാൻ വളർത്തുന്നുണ്ട്. കുറച്ചൊക്കെ സെയിൽ ചെയ്ത് ഓരോ കുട്ടികളെയും ഫ്ലൈറ്റക്കിൻ്റെ കുട്ടികളെയും താറാവിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ
കമൻറ്റുകളൊക്കെ ചെയ്യുക. ഞാൻ ഒരുപാട് കോഴിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കോഴിയെ വാങ്ങിയവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് മുള്ളന് പൂവൻ കോഴിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് ഇവർ തമ്മിൽ ഭയങ്കര അടിയാണ്. അപ്പോൾ ഈ ഫയോമീന് ഈ പൂവനെ കാപ്പിരി പൂവനെയൊക്കെ കൊടുക്കണം, ഒഴിവാക്കാനുള്ള. ഭയങ്കര വില്ലനാണ്. ഇത് ഫയോമി പൂവനാണ്. അപ്പോൾ ഇതിനെ അറക്കാൻ കൊടുക്കാനും പറ്റണില്ല, തല്ലുകൊണ്ട് ഇവിടെ ഒന്നിനും പറ്റണില്ല. അത്രയ്ക്കും ഭയങ്കര അടി ഉണ്ടാക്കണം. കുറച്ച് ഗോതമ്പൊക്കെ തിന്നാൻ കൊടുക്കും. അങ്ങനെയൊക്കെ കൂടിയൊക്കെ അതാ പോകണം. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് പാസ്സായ കൂടാണ് ശരിക്കുള്ള. ഇതൊരു പുള്ളിപ്പൂവനാണ്. നല്ല വലിയ 1 വയസ്സായ കോഴിയാണ്. 1 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഇതേമാതിരത്തെ കുട്ടികൾ വളരെ കുറവാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. സങ്കടം. എന്നാൽ ശരി, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും.